ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് നിഫ്റ്റി 27 പോയിൻറ്റ്സിൻ്റെ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. 27 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 23,045 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് ഇന്ന് സ്ലൈറ്റായിട്ട് പോസിറ്റീവാണ് ക്ലോസ് ചെയ്തത്. 76 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 49,479 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 132 പോയിൻറ്റ് ഇടിഞ്ഞ് 5756 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 41 പോയിൻറ്റ്സ് കുറഞ്ഞ് 16,033 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 14.89. സെൻസെക്സ് ഇന്ന് 123 പോയിൻറ്റ് ഇടിഞ്ഞ് 76,171 ക്ലോസ് ചെയ്തു. വലുതായിട്ടുള്ള ഇടിവൊന്നും ഇന്ന് മാർക്കറ്റിൽ ഇല്ല, എങ്കിലും സ്ലൈറ്റായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളൂ. FII DII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DII 5,929 കോടി രൂപയുടെ ബൈ നടത്തിയപ്പോൾ FII ഇന്നും 4,969 കോടി രൂപയുടെ സെല്ലാണ് നടത്തിയത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ബജാജ് ഫിൻസർവ് 2.72% ഗെയിൻ ഉണ്ടായി. SBI ലൈഫ് 2.04%, ശ്രീറാം ഫിനാൻസ് 1.87%, HDFC ലൈഫ് 1.66%, ടാറ്റ സ്റ്റീൽ 1.64%, L&T 1.62%, അദാനി എൻ്റർപ്രൈസസ് 1.52%, അൾട്രാസിംകോ 1.47%, ടാറ്റ കൺസ്യൂമർ 1.40%, കോട്ടക് ബാങ്ക് 1.40%ൻ്റെ ഗെയിൻ ഇന്നുണ്ടായി. ലോസസ് നോക്കിക്കഴിഞ്ഞാൽ M&M ഇന്ന് 3.20% കുറവുണ്ടായി. ഏഷ്യ മോട്ടോഴ്സ് 2.36%, ബെൽ 2.13%, പവർ ഗ്രിഡ് 1.55%, ഇൻഡസിൻഡ് ബാങ്ക് 1.53%, റിലയൻസ് 1.44%, അദാനി എയർപോർട്ട്സ് 1.01%, വിപ്രോ 0.94%, ടൈറ്റാൻ 0.73% ആൻഡ് ബജാജ് ഓട്ടോ 0.69%ൻ്റെ കുറവാണെന്നുണ്ടായത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 23,045 ക്ലോസ് ചെയ്തപ്പോൾ 2.94% ലോസാണ് വന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 23,381 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 23,071 ക്ലോസ് ചെയ്തു. ഇന്ന് വെനസ്ഡേ 23,045 ക്ലോസ് ചെയ്തു. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,154 കമ്പനികൾ ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ 1,685 കമ്പനികളെന്ന് റെഡിൽ ക്ലോസ് ചെയ്തു. ഇന്നലെക്കാട്ടും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇന്നലെ 2,532 കമ്പനികളാണ് റെഡിൽ ക്ലോസ് ചെയ്തത്. 326 കമ്പനികൾ ഗ്രീനിലും ക്ലോസ് ചെയ്തിരുന്നു. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി മെറ്റൽ എന്നിവ സ്ലൈറ്റ്ലി പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ബാക്കിയെല്ലാം നെഗറ്റീവാണ് ക്ലോസ് ചെയ്തത്. വളരെ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ലെങ്കിലും ഇന്നും റെഡായിട്ടുള്ളത് ഒരുപാടുണ്ട്. നിഫ്റ്റി ഓട്ടോ ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 166 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 22,407 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 41,733 ക്ലോസ് ചെയ്തപ്പോൾ 235 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി PSU ബാങ്കിൽ എന്നാൽ 50 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി, 6052 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 23,192 ക്ലോസ് ചെയ്തപ്പോൾ 103 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ ഇന്ന് 107 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 21,142 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 53,739 ക്ലോസ് ചെയ്തപ്പോൾ 55 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മെറ്റൽ എന്നാൽ 54 പോയിൻറ്റ്സ് ഉയർന്ന് 8268 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 839 ക്ലോസ് ചെയ്തപ്പോൾ 23 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ ഇന്ന് ഓൾമോസ്റ്റ് സിമിലറാണ്, 1537 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 119 പോയിൻറ്റ്സ് കുറഞ്ഞ് 31,317 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 10 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 8,019 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 73 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 13,488 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 81 പോയിൻറ്റ്സ് കുറവിൽ 10,036 ക്ലോസ് ചെയ്തു. 3 സെക്ടർ മാത്രമേ ഇന്ന് മെയിനായി ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളൂ. അടുത്ത Q3 റിസൾട്ടിൻ്റെ ഡീറ്റെയിൽസാണ്. Q3 റിസൾട്ടിൻ്റെ ഡീറ്റെയിൽസ് യഥാർത്ഥം പറഞ്ഞ് ഇനി അവസാനിക്കുകയാണ്. ഓൾമോസ്റ്റ് കമ്പനിയുടെ റിസൾട്ടെല്ലാം വന്നു കഴിഞ്ഞു. നാളെയും കൂടെ വരാനുള്ള കമ്പനിയുടെ റിസൾട്ടാണ് കാണിക്കുന്നത്. GOCL കോർപ്പറേഷൻ, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, യുണൈറ്റഡ് ബ്രേവറീസ് എന്നീ കമ്പനിയുടെ റിസൾട്ടാണ് നാളെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. മറ്റുള്ള ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ USA ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ നാളെ 13 ഫെബ്രുവരിക്ക് വരുന്നുണ്ട്.
ജർമ്മനിയിൽ നിന്ന് CPI ജർമ്മൻ ഡേറ്റ വരുന്നുണ്ട്. UK നിന്ന് GDP ഡേറ്റ വരുന്നുണ്ട്. 13 ഫെബ്രുവരി നാളെ വരുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ. ബൈ.